അങ്ങനെ സമയം 4 മണി. എത്ര മണിയാ? അങ്ങനെ ഗൈസ് ഞങ്ങൾ ചായ കുടിക്കാൻ ആർക്കും ഞാൻ പറയട്ടെ, ഞാൻ ഒരുങ്ങുന്നു ഗൈസ്. ഞങ്ങൾ ചായ കുടിക്കാം. അർച്ചി പറഞ്ഞു നമ്മൾ ചായ കുടിക്കാൻ പോകാം, മഴയൊക്കെ കോട്ടിട്ട് ചായ കുടിക്കാൻ പോകാം. ഞങ്ങൾ റെഡിയായി ഗൈസ്. കറക്റ്റ് സമയം ആരോ വിളിച്ചു പറഞ്ഞതല്ല. ഞാൻ മുല്ലത്തെ സ്റ്റോറി ഇടാണെങ്കിൽ ആക്ച്വലി മുല്ലത്തെ വീട്ടിലായിരിക്കും. ഞാൻ മുല്ലത്തെ വീട്ടിലുണ്ടെന്ന് വിചാരിച്ച സ്റ്റോറി കണ്ടിട്ട് വന്നതാണ്. അന്നേരം എന്റെ അങ്ങനെ ഞാൻ ഒരുങ്ങി ഇങ്ങനെ വരുന്ന ഗൈസ്. ഇനി കോട്ട് കിട്ടണം. കോട്ട് ഇവിടെ അല്ല. കോട്ട് എങ്ങനെ സംഘടിപ്പിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ചില വോയിസ് വരുന്നുണ്ടായാലും. ഇനി നമ്മൾ 2 ടീം വരാണ്ട് വരെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് ഇവക്ക് വേണ്ടി ഒരുങ്ങി ഒരു 1.5 മണിക്കൂറാണ് ഞങ്ങൾ കാത്തിരുന്നത്. ഉറങ്ങിപ്പോകാഞ്ഞത് ഭാഗ്യം. അങ്ങനെ നമ്മൾ പോവാണ്. എങ്ങോട്ട് പോകുന്ന അറിയിച്ചില്ല. നമ്മൾ വിചാരിച്ച് വയലാട് ഒന്ന് പോകാം. അർഷാനെ ബേക്കിൽ വൻ പിന്തുണ നൽകുന്നുണ്ട്. സ്പീഡിൽ വിടുന്നൊക്കെ പറയുന്നത്. പക്ഷേ എനിക്ക് നല്ല പോയി. പിന്നെ നമ്മൾ അടുക്കും തോറും നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ സ്ട്രോങ്ങിൽ വരുന്നുണ്ട്. കണ്ണിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ സ്പോട്ടിൽ നിർത്തി പോവുകയാണ്. പിന്നെ നമ്മളുടെ അതിഗംഭീരമായ പ്രകടനങ്ങളാണ് കണ്ടത്. ഡാൻസ് കളിക്കാൻ വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാനും കലാരയും കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് പുറം ലോകം കാണാന്ന് വിചാരിച്ച് ഞാനത് മ്യൂട്ട് ചെയ്തതാണ്. പിന്നെ നല്ല അടിപൊളി ചായയും നുറുക്കും പെന്നൊക്കെ വാങ്ങി നമ്മൾ അടിപൊളി ചായ കുടിച്ചു. നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ചു ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വ്യൂ പോയിന്റിലൊന്നും പോയില്ല. നല്ല മഴ ഉണ്ടായിരുന്നു.